ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. എൻ്റെ പേര് ശ്യാമ്. ഞാൻ ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ വീട്. ഞാൻ ഇരിഞ്ഞാലക്കുട COT യൂണിയനിൽ വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അമ്മയാണ് എൻ്റെ കുടുംബം. ഞാൻ 94 തൊട്ട് യൂണിയനിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് പാട്ട് പാടി തുടങ്ങിയതാണ്. എൻ്റെ മാമനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. മാമന് ഞാൻ വലിയ ഏജ് വ്യത്യാസമൊന്നുമില്ല, എങ്കിലും മാമൻ അന്ന് ആ ക്ലാസ്സിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പാസ് ചെല്ലുമ്പോൾ മാമനന്ന് ഫെയിൽഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളുടെ പ്രോത്സാഹനം കൂടി ഉണ്ടായിരുന്നു അന്ന് പാട്ട് പാടാൻ. എൻ്റെ അമ്മയുടെ പേര് സോമാവതി. എൻ്റെ അമ്മയുടെ ആങ്ങളമാരെല്ലാവരും പാട്ടിനോട് താല്പര്യമുള്ള വ്യക്തികളാണ്. ഞാൻ പാടുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് പാടാനൊരു ഇത് തോന്നിയിരുന്നത്. ഇപ്പോൾ പാട്ടിനോട് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. എൻ്റെ അച്ഛൻ്റെ പേര് കുമാരൻ. അച്ഛൻ ഇരിഞ്ഞാലക്കുട യൂണിയനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂലിപ്പണിക്ക് നടക്കുമായിരുന്നു. വാർക്കപ്പണി എല്ലാ പണിക്കും പോകാറുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു. അവരുടെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലാണ് അവർ പഠിച്ചിരുന്നത്. ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ച വ്യക്തികളാണ്. ഞാനെന്നും തൃശ്ശൂർ പോകാറുണ്ടായിരുന്നു. കാണണമെന്നൊന്ന് പോകാറുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ 2 പേരും അവൾ കോളേജിൽ വരുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഇപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മകളുടെ പേര് ദിയ. അവൾ LLBക്ക് പാലക്കാട് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ അബ്ദുൽ ശ്യാം. അവൻ SS കോളേജ് തേവരയിൽ MSCക്ക് പഠിക്കുന്നു. ഇവിടെ ചന്തയിൽ ലോഡൊക്കെ വരുന്നത് വൈകിട്ട് വരാറുണ്ട്, രാവിലെയും വരാറുണ്ട്. വൈകിട്ട് 12 മണിയൊക്കെ ആകുമ്പോൾ ലോഡ് വന്ന് തുടങ്ങും. ഇപ്പോൾ കായ വരും, സവോള വരും, പിന്നെ അരി ഗോഡൗണിലേക്ക് അരി വരും. ഇതൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊരുമിച്ച് ഇറക്കാറ്. പിന്നെ ഇടവേളയിലൊക്കെ ഞാൻ അവർക്ക് പാട്ടുപാടി കൊടുക്കാറൊക്കെ ഉണ്ട്. മുത്തുമണി തൂവൽ തരാം, കല്ലിത്തളിരാടത്തരാം, ഒരു പൂവിതളിൽ മധുരം പകരാം, ചെറുപൂങ്കാറ്റാൻ മെല്ലെ താരാട്ടാൻ, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. എൻ്റെ ജീവിതത്തിൽ പാട്ടിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒഴിവ് സമയങ്ങളിൽ ജോലിയുടെ ഒഴിവ് സമയങ്ങളിൽ കൂട്ടുകാരത്ത് പാട്ട് പാടുക, അവർക്ക് പാട്ട് പാടി കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.